ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു തുളുനാടൻ സ്പെഷ്യൽ അടയുടെ റെസിപ്പിയാണ്. സാധാരണ നാഗരപഞ്ചമിയുടെ ദിവസമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു അട തയ്യാറാക്കുന്നത്. ഇതിൽ ഈ കർക്കിടക മാസത്തിൽ എപ്പോൾ വേണേലും നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മഞ്ഞളിൻ്റെ ഇലയിലാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പുഴുക്കലരി, നമ്മൾ ചോറ് വെക്കുന്ന മട്ട അരി രാവിലെ കുതിരാനായിട്ട് വെച്ചിരുന്നു. അതിലേക്ക് 1 കപ്പ് കുതിർന്ന പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ കൂട്ടി അരയ്ക്കാം. ഇല്ലെങ്കിൽ പച്ചരി തന്നെ അരച്ചാലും കുഴപ്പമില്ല, പുഴുക്കലരി തന്നെ അരച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ 1 കപ്പ് പച്ചരിയും 1 കപ്പ് പുഴുക്കലരിയും കൂടെ കൂട്ടിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ടേസ്റ്റ് നന്നായിരിക്കും. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പം ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരയ്ക്കണം. നമുക്ക് എത്ര വെള്ളം ചേർത്ത് അരയ്ക്കാൻ പറ്റുമോ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് അത്രയും വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം കുറവാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് അരയ്ക്കാൻ പറ്റുന്ന അത്രയും വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്കുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കാം. അതിന് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/2 മുറി ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 ഏലക്കാനെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വെളുത്ത എള്ള് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം പൊടി ശർക്കര, നല്ല പൊടി ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ശർക്കര എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കി ചേർക്കുന്നതായിരിക്കും നന്നായിട്ട് ടേസ്റ്റ് കിട്ടുക. ഞാനിപ്പോൾ പൊടി ആയതുകൊണ്ട് ഉരുക്കുന്നൊന്നുമില്ല, ഇതിൽ കല്ലൊന്നും കാണത്തില്ല. അപ്പോൾ അത് കാരണം പൊടിയാണ് ഞാൻ ചേർത്ത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അകത്തുള്ള ഫില്ലിങ്, ഇതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ അട തയ്യാറാക്കുന്നത് നമ്മുടെ മഞ്ഞളിൻ്റെ ഇലയ്ക്കകത്താണ്. ഇവിടെയൊക്കെ ഈ നാഗരപഞ്ചമി സമയത്തൊക്കെ കടകളിൽ കൂടെയൊക്കെ നമുക്ക് മഞ്ഞളിൻ്റെ ഇല മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള മഞ്ഞളിൻ്റെ ഇലയാണ് പറിച്ചിരിക്കുന്നത്. വലിയ ഇലയാണെങ്കിൽ നന്നായിട്ട് ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നടുക്കൊന്ന് മുറിച്ചെടുക്കാം. ചെറിയ ഇലയാണെങ്കിൽ ആ ചെറിയ ഇല അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇലയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വലുതാണെങ്കിൽ നടുവേ ഒന്ന് മുറിച്ചെടുക്കാം, ചെറുതാണെങ്കിൽ അങ്ങനെ ഒരില തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് അട തയ്യാറാക്കാനായിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത ഇല എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ഒരു തവി കൊണ്ടോ സ്പൂണ് കൊണ്ടോ കുറച്ച് മാവ് ഇതുപോലെ ഇലയിലേക്ക് നമ്മളൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂണ് കൊണ്ടോ തവി കൊണ്ടോ മാവ് നല്ല തിന്നായിട്ട് പരത്തണം. കട്ടിയിൽ പരത്തരുത്, തിന്നായിട്ട് കുറച്ച് മാവ് ഒഴിച്ചിട്ട് തിന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇപ്പം നമുക്കിത് നീളത്തിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം, ഇല്ല ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടം പോലെ ഫോൾഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യമേ ഒരെണ്ണം നീളത്തിലൊന്ന് ഫോൾഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി അതിൽ ഫില്ലിംഗ് എത്രത്തോളം വേണോ അത്ര വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് നീളത്തിൽ ഫോൾഡ് ചെയ്ത്, ചെറിയ ഇലയാണെങ്കിൽ നീളത്തിൽ ഫോൾഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇലയാണെങ്കിൽ അതിലും ഇതുപോലെ മാവ് ഒഴിക്കുമ്പോൾ കട്ടിയിൽ ആകരുത്, കുറച്ച് മാവ് ഒഴിച്ചിട്ട് തിന്നായിട്ട് ഇതുപോലെ മാവൊന്ന് പരത്തിയെടുക്കണം. എടുത്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. നീളത്തിൽ വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് നീളത്തിലും മടക്കിയെടുക്കാം, ഇല്ല നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെയും മടക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിരിക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട എടുത്ത് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിലോ സ്റ്റീമറിലോ വെച്ചിട്ട് സ്റ്റീം കയറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ലെയർ വെച്ചിട്ട് ഇത് അടച്ചൊന്ന് ആവി കയറ്റണം. നമ്മൾ ഒത്തിരി ഇങ്ങനെ പൊക്കത്തൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ലീക്കായി പുറത്തേക്ക് അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് ആവി വന്ന് മാവൊക്കെ ഒന്ന് വേഗം തുടങ്ങിക്കഴിയുമ്പം തുറന്നിട്ട് രണ്ടാമത്തെ ലെയർ നമുക്ക് ഇനിയിപ്പം ഇതിന് മേലെ നമ്മൾ വെച്ചാലും അത്ര ആ ഫില്ലിങ്ങോ അകത്തുള്ള മാവോ ഒന്നും പുറത്തേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ട് ആവി വന്നു കഴിയുമ്പം തുറന്നിട്ട് വാക്കിത്തെയും കൂടെ വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്താൽ മതി. അടിപൊളിയായിട്ടുള്ള നമ്മുടെ മഞ്ഞളിൻ്റെ ഇലയുടെ അട തയ്യാറായി. നമ്മുടെ ആ ഇഡ്ഡലി പാത്രം സ്റ്റീമർ തുറക്കുമ്പോൾ ആ മഞ്ഞളിൻ്റെ ഇലയുടെയൊക്കെ സ്മെല്ല്, നല്ല സ്മെല്ലാണ്. പെര മൊത്തം നല്ലൊരു മഞ്ഞളിൻ്റെ സ്മെല്ലും ആ ഫില്ലിങ്ങും ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ലും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല തിന്നായിട്ടുള്ള സൂപ്പറായിട്ടുള്ള അടയാണ്. എല്ലാവരും പറയും, ഇവിടെയൊക്കെ എല്ലാവരും പറയുന്നത് നല്ല ഹെൽത്തിയാണിത്. കർക്കിടക മാസത്തിൽ ഇത്
കഴിക്കുകയേ ചെയ്യണം. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ മഞ്ഞളിൻ്റെ ഇലയ്ക്കകത്ത് തയ്യാറാക്കിയ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നും കൂടെ കാണാം. ഇത് കണ്ടോ, എത്ര നല്ലതാണ്. കഴിക്കാനും ആ മഞ്ഞളിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാവും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.